9ാം ക്ലാസ്സിലെ ഹിന്ദി ചാപ്റ്റർ 3 പക്ഷി ഔർ ദീമക്. അതാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ. നിരന്തരമായ പരിശ്രമം മാത്രമാണ് വിജയത്തിലേക്ക് എത്തുവാനുള്ള വഴി. അത് മനസ്സിലാക്കാതെ കുറുക്കു വഴികളിലൂടെ വിജയം നേടുവാൻ ശ്രമിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ കഥ. അധ്വാനിക്കാതെ ആഹാരം ലഭിക്കുന്നതിനു വേണ്ടി ഒടുവിൽ സ്വന്തം അസ്തിത്വം പോലും നഷ്ടപ്പെടുത്തിയ ഒരു കുഞ്ഞു കിളിയുടെ കഥയാണ് പക്ഷി ഔർ ദീമക് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് ഈ കഥയിലേക്ക് പ്രവേശിക്കാം. പക്ഷി ഔർ ദീമക്. പക്ഷിയും ചിതലും. ഏക് ഥാ പക്ഷി. ഒരു പക്ഷി ഉണ്ടായിരുന്നു. വഹ് അവൻ നീലെ ആസ്മാൻ മേൽ അല്ലെങ്കിൽ അത് നീല ആകാശത്തിൽ ഖൂബ് ഊഞ്ചായി പർ വളരെ ഉയരത്തിൽ ഉടുത്ത ജാ രഹാ ഥാ പറന്നു പോവുകയായിരുന്നു. ധ വരുമ്പോൾ ആയിരുന്നു പോയിരുന്നു എന്നുള്ള പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് എന്നുള്ളത് ഓർക്കുക. ഉസ്കെ സാത്ത് അവന്റെ കൂടെ, ഉസ്കെ പിതാ അവന്റെ അച്ഛനും, ഔർ മിത്ര ഭീ ഥേ കൂട്ടുകാരും ഉണ്ടായിരുന്നു. എന്താണ് പറഞ്ഞത്? ഏക് ഥാ പക്ഷി വഹ് നീലെ ആസ്മാൻ മേം ഖൂബ് ഊഞ്ചായി പർ ഉഡ് ജാ രഹാ ഥാ ഉസ്കെ സാത്ത് ഉസ്കെ പിതാ ഔർ മിത്ര ഭീ ഥേ. സബ് എല്ലാവരും, ബഹുത്ത് വളരെ, ഊഞ്ചായി പർ ഉയരത്തിൽ, ഉടനെ വാലെ പക്ഷി ഥേ പറക്കുന്ന പക്ഷികളായിരുന്നു. ഉൻകി നിഗാഹേം ഭി അവരുടെ നോട്ടം കൂടി, ബഡി തേസ് ദി വളരെ മൂർച്ചയുള്ളതായിരുന്നു. ഉനേം അവർക്ക്, ദൂർ ദൂർ കി ഭനക് വളരെ ദൂരെയുള്ള, ഭനക് ഭനക് എന്ന് പറഞ്ഞാൽ ശബ്ദം, ഔർ ദൂർ ദൂർ കി മെഹക് മെഹക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഗന്ധം അല്ലെങ്കിൽ ഗന്ധം. അപ്പൊ വളരെ ദൂരെ നിന്നുള്ള ശബ്ദവും വളരെ ദൂരെ നിന്നുള്ള ഗന്ധങ്ങളും മേൽ ജാതി കിട്ടുമായിരുന്നു. ഏക് ദിൻ ഒരിക്കൽ, വഹ് തേസ് വഹ് നൗജവാൻ പക്ഷി ഒരിക്കൽ ആ യുവ പക്ഷി ചെറുപ്പക്കാരനായ കിളി, ജമീൻ പർ നിലത്തുകൂടെ, ചൽത്തി ഹുയി നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, ഏക് ബൈൽ ഗാഡി കോ ദേഖ് ലേത്താ ഹേ ബൈൽ ഗാഡി കാളവണ്ടി. അപ്പൊ റോഡിലൂടെ ഒരു കാളവണ്ടി നടന്നു പോകുന്നത് ആ കുഞ്ഞു കിളി കണ്ടു, ആ ചെറുപ്പക്കാരനായ കിളി കണ്ടു. ഉസ്മേ അതിൽ, എവിടെ? ആ ബൈൽ ഗാഡിയിൽ, ബഡേ ബഡേ ബോരെ ഭരേ ഹുയേ ഹേ വലിയ വലിയ ചാക്കുകൾ നിറച്ചിട്ടുണ്ട്. വലിയ വലിയ എന്തോ സാധനം നിറച്ച ചാക്കുകൾ ഉണ്ട്. ഗാഡി വാല ചില്ലാ ചില്ലാക്കർ കഹത്താ ഹേ എന്നിട്ട് ആ വണ്ടിക്കാരൻ ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ദോ ദീമക്കേം ലോ രണ്ട് ചിതലുകൾ എടുക്കൂ, ഏക് പങ്ക് ദോ ഒരു ചിറക് എനിക്ക് നൽകൂ. അപ്പൊ പക്ഷി ഔർ ദീമക് ഈ കഥ ഒരു കഹാനി കഥയാണ്. അത് മുക്തിബോധാണ് എഴുതിയ ആള്. ഇനി ഉസ് നൗജവാൻ പക്ഷിക്കോ ആ ചെറുപ്പക്കാരനായ പക്ഷിക്ക്, ദീമകോം കാ ഷൗഖ് ദാ ചിതലുകളെ വലിയ ഇഷ്ടമായിരുന്നു. ദീമകോം കാ ഷൗഖ് ദാ ഭയങ്കര ഇഷ്ടത്തിന് പറയാം, ക്രേസ് എന്നൊക്കെ പറയില്ലേ. വൈസേത്തോ ഉസേ വൈസേത്തോ ഊഞ്ചേ ഉടനെ വാലെ പക്ഷിയോ കോ ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്ക്, ഹവാമേ വായുവിൽ, ഹവാമേ ഹി വായുവിൽ തന്നെ, ബഹുത് സേ കീടെ തൈർത്തേ ഹുയെ മിൽ ജാത്തെ ധാരാളം പ്രാണികളെ അവർക്ക് പറന്നു പോകുമ്പോൾ തന്നെ കിട്ടാറുണ്ട്. ജിനേം ഖാക്കർ ഏതൊന്നിനെ തിന്നിട്ടാണോ, വേ ആ പക്ഷികൾ അവർ, അപ്നി ഭൂഖ് തങ്ങളുടെ വിശപ്പ്, തോടി ബഹുത് ശാന്ത് കർലേത്തെ ആ പ്രാണികളെ വായുവിലൂടെ പറക്കുമ്പോൾ
അന്തരീക്ഷത്തിൽ നിന്നും കിട്ടുന്ന പ്രാണികളെ കഴിച്ചാണ് ഈ പക്ഷികൾ അവരുടെ വിശപ്പ് മാറ്റാറുള്ളത്. ലേക്കിൻ എന്നാൽ ദീമകേം ചിതലുകൾ സിർഫ് ജമീൻ പർ മിൽത്തി തി. പക്ഷെ ചിതലുകളെ ഈ ഭൂമിയിൽ നിന്നും മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ, അന്തരീക്ഷത്തിൽ നിന്നും ചിതലുകളെ കിട്ടൂല. കബി കബി പേടോ പർ, വല്ലപ്പോഴും മരത്തിലുണ്ടാവും. ജമീൻ സെ തനെ പർ ചടുക്കർ ഊഞ്ചി ഡാൽ തക്ക്, ഭൂമിയിൽ നിന്നും അല്ലെങ്കിൽ മണ്ണിൽ നിന്നും തനെ പർ ചടുക്കർ, തന എന്ന് പറഞ്ഞാല് ഈ മരത്തടിയിൽ കയറി ഊഞ്ചി ഡാൽ തക്ക്, ഉയരമുള്ള ചില്ല വരെ. വേ, ഇത് ചിതലുകളെ കുറിച്ചാ. അവ അപ്ന മട്ടിവാല, തങ്ങളുടെ മണ്ണുകൊണ്ടുള്ള, മട്ടി എന്ന് പറഞ്ഞാൽ മണ്ണുകൊണ്ടുള്ള ലംബാഘർ, നീളം കൂടിയ വീട് ബനാലേത്തി ഉണ്ടാക്കാറുണ്ട്. ലേക്കിൻ എന്നാൽ ഐസെ അപ്രകാരം കുച്ച് ഹി പേട് ഹോത്തെ, വളരെ കുറച്ചു മരങ്ങളേ ഉള്ളൂ, ചെതല് പിടിച്ച മരങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ഔർ വേ സബ് ഏക് ജഗഹ് ന മിൽത്തെ, പിന്നെ ആ ചെതല് പിടിച്ച മരങ്ങളെല്ലാം കൂടി ഒരേ സ്ഥലത്ത് കിട്ടാറുമില്ല. നൗജവാൻ പക്ഷിക്കോ ലഗ, ഈ ചെറുപ്പക്കാരനായ പക്ഷിക്ക് തോന്നി, യഹ് ബഹുത് ബഡി സുവിധാ ഹെ, ഇത് വലിയ സൗകര്യം തന്നെയാണ്. എന്താണ്? ഈ കി അതാണ്. എന്താണ് കാര്യം? ഏക് ആദ്മി, ഒരു മനുഷ്യൻ, ദീമകോം കോ, ചിതലുകളെ, ബോരോമേ ഭർക്കർ, ചാക്കുകളിൽ നിറച്ചിട്ട്, ബേച്ച് രഹാഹെ, വിറ്റുകൊണ്ടിരിക്കുന്നു. വഹ്, ആ പക്ഷി, അവൻ അപ്നി ഊഞ്ചായിയാം ചോടുക്കർ, തന്റെ ആ ഉയരങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട്, മണ്ഡ്രാത്താ ഹുവ നീച്ചെ ഉതർത്ത, ആ പക്ഷി എന്താ ചെയ്തത്? അവന്റെ ഉയരങ്ങളിൽ പറന്നു കണ്ടിരിക്കുന്ന അവൻ എന്ത് ചെയ്തു? വട്ടമിട്ട് പറന്ന് താഴേക്കിറങ്ങി. ഔർ പേട് കി ഏക് ഡാൽ പർ ബൈഠ് ജാത്താ ഹെ, മരത്തിന്റെ ഒരു കൊമ്പിൽ വന്ന് ഇരിക്കുന്നു. ദോനോം കാ സൗദ തൈ ഹോ ജാത്താ ഹെ, രണ്ടുപേരുടെയും, ആരൊക്കെ രണ്ടുപേരെ? പക്ഷിയും ഈ ചിതൽ കച്ചവടക്കാരനും, രണ്ടുപേരുടെയും സൗദ കച്ചവടം തായ് ഹോ ജാത്താ ഹെ, തീരുമാനമാകുന്നു. അപ്പനെ ചോഞ്ച് സേ, തന്റെ കൊക്കുകളാൽ, കണ്ടില്ലേ പക്ഷിയുടെ കൊക്ക്, തന്റെ കൊക്കുകളാൽ, ഏക് പർ ഒരു ചിറക്, ഏക് പർ കോ ഒരു ചിറകിനെ, കീഞ്ച് കൊത്തിയെടുത്ത്, തോടിനേമേ പറിച്ചെടുക്കുന്നതിൽ, ഉസേ അവന്, ആർക്ക്? ഈ കിളിക്ക്, തക്ലീഫ് ബുദ്ധിമുട്ട്, ഹോത്തിഹെ പറിച്ചെടുക്കുമ്പോൾ നല്ല വേദനയൊക്കെ ഉണ്ട്, നമ്മളെ മുടിയൊരു ഇഴ പറിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ. ലേക്കിൻ എന്നാൽ ഉസേ ആ പക്ഷിക്ക്, വഹ് ബർദാശ്ത് കർ ലേത്താ ഹെ, പക്ഷേ അതെല്ലാം അവന് ബർദാശ്ത് കർ ലേന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയുന്നു. കാരണം ചിതലുകളോടുള്ള ഇഷ്ടം അവൻ അത്രയാണ്. മൂഹുമേ വായയിൽ, ബഡേ സ്വാദിക്കേ സാത്ത് വലിയ രുചിയോട് കൂടി, ദീമകേ ദബാക്ക് ഈ രണ്ട് ചിതലുകളെ വെച്ചിട്ട്, വഹ് പക്ഷി ആ കിളി, ഫുർസേ ഉഡ് ജാത്താ ഹേ അത് രണ്ട് ചിതലുകളെ അമർത്തി വെച്ച് ആ പക്ഷി ഫുർസേ പെട്ടെന്ന് ഉഡ് ജാത്താ ഹേ പറന്നു പോകുന്നു. അബ് ഇപ്പോൾ ഉസ് പക്ഷിക്കോ ആ പക്ഷിക്ക് ഗാഡി വാലേസെ വണ്ടിക്കാരനിൽ നിന്ന് ദോ ദീമഖേ രണ്ട് ചിതലുകൾ ഖരീദിനെ വാങ്ങിക്കുകയും അവർ ഏക് പർ ഒരു ചിറക് ദേനേമേ നൽകുന്നതിലും ബഡി ആസാനി വളരെ എളുപ്പം മാലും ഹുയി മനസ്സിലായി. ഇതൊക്കെ വളരെ എളുപ്പമാണെന്ന് ആ പക്ഷിക്ക് ഇപ്പോൾ മനസ്സിലായി. വഹ് അവൻ റോസ് എല്ലാ ദിവസവും തീസരെ പഹർ മൂന്നാം യാമത്തിൽ നീച്ചെ ഉതർത്ത താഴേക്കിറങ്ങി വരും. ഔർ ഗാഡി വാലേക്കോ വണ്ടിക്കാരന് ഏക് പങ്ക് ദേക്കർ ഒരു ചിറക് നൽകിയിട്ട് ഒരു തൂവൽ നൽകിയിട്ട് വേ ദീമഖേ
ഖരീദ് ലേത്ത, അവൻ എന്ത് ചെയ്യും? ദോ ദീമകെ ഖരീദ് ലേത്ത, അവൻ 2 ചിതലുകളെ വാങ്ങിക്കാറുണ്ടായിരുന്നു. കുച്ച് ദിനോം തക്ക്, കുറച്ച് ദിവസങ്ങൾ വരെ ഐസാഹി ചൽത്താ രഹ, അപ്രകാരമൊക്കെ തന്നെ പോയിക്കൊണ്ടിരുന്നു. ഏക് ദിൻ, ഒരു ദിവസം, ഉസ്കെ പിതാനെ, ഈ കുഞ്ഞിക്കിളിയുടെ പിതാവ്, ഏക് ദിൻ ഉസ്കെ പിതാനെ ദേഖ് ലിയ, ഒരു ദിവസം അവന്റെ അച്ഛൻ ഇത് കണ്ടു. ഉസ്നെ സംജാനെ കി കോശിഷ് കി, അപ്പോൾ ആ പിതാവ് ഈ കുഞ്ഞിക്കിളിയെ സംജാനെ കി, മനസ്സിലാക്കുന്നതിനുള്ള, കോശിഷ് കി, പരിശ്രമം നടത്തി. എന്ത് മനസ്സിലാക്കുന്നതിന്? ബേട്ടെ, കുഞ്ഞുമകനെ, ദീമകെ, ചിതലുകൾ, ഹമാര, നമ്മളുടെ, സ്വാഭാവികമായ ആഹാരം, നഹിഹേ, അല്ല, ഔർ ഉൻകെ ലിയെ അപ്നെ പങ്ക് തോ, ആ സ്വാഭാവികമായ ആഹാരമല്ലാത്ത അതിനു വേണ്ടി നിന്റെ ചിറകുകൾ, ഹർഗിസ് നെഹിം ദിയേ ജാ സക്തേ, ആ നമ്മുടെ ഭക്ഷണമല്ലാത്ത ചിതലുകൾക്ക് വേണ്ടി ഒരിക്കലും, ഹർഗിസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത് കൊടുക്കരുത്. ലേക്കിൻ, എന്നാൽ, ഉസ് നൗജവാൻ പക്ഷീനെ, ആ ചെറുപ്പക്കാരനായ പക്ഷി, ബഡേഹി ഗർവ് സെ, വളരെയധികം അഹങ്കാരത്തോടെ, അപ്നാ മുഹ്, തന്റെ മുഖം, ദൂസരി ഓർ കർലിയ, മറ്റൊരിടത്തേക്ക് തിരിച്ചു. ഉസെ ജമീൻ പർ ഉതർക്കർ ദീമകേം ഖാന കി ചട്ട് ലഗ് ഗയി ഥി, അപ്പൊ പിതാവിന്റെ ഉപദേശമൊന്നും ആ കിളിക്ക് ഇഷ്ടമായില്ല. അവൻ മുഖം തിരിച്ചു കളഞ്ഞു. കാരണം ആ ചെറിയ പക്ഷി എന്ത് ചെയ്തു? അഹങ്കാരത്തോടെ പിതാവിന്റെ വാക്കുകൾക്ക് നേരെ മുഖം തിരിച്ചു. അതിന് നിലത്തിറങ്ങി ചിതൽ, ഉസേ, അതിന്, ജമീൻ പർ ഉതർക്കർ, നിലത്തിറങ്ങിയിട്ട്, ദീമകേം ഖാനെ കി ചട്ട് ലഗ് ഗയി, ചിതലുകളെ തിന്നുന്നതിന് വളരെയധികം താല്പര്യമായി കഴിഞ്ഞിരുന്നു. അബ് ഉസേ ന തോ ദൂസരെ കീടെ അച്ഛേ ലഗിത്തെ, ഇപ്പോൾ അവന് മറ്റുള്ള കീടങ്ങൾ നന്നായി തോന്നുന്നേയില്ല. ന ഫൽ, കീടങ്ങൾ മാത്രമല്ല, പഴങ്ങളും, ന അനാജ്, ധാന്യങ്ങളും, ന അനാജ് കെ ദാനെ, അപ്പൊ അവന് ധാന്യമണികളോ മറ്റ് കീടങ്ങളോ പഴങ്ങളോ ഒന്നും തിന്നുന്നത് ഇഷ്ടമേ അല്ലാതായി. ദീം കോം കാ ഷൗക്ക്, ചിതലുകളോടുള്ള താല്പര്യം, അബ് ഇപ്പോൾ, ഉസ് പർ, അവനിൽ, ഹാവി ഹോ ഗയാ ഥാ, ഈ ചിതലുകളോടുള്ള താല്പര്യം ഇപ്പോൾ അവനിൽ, ഹാവി ഹോ ഗയാ, ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. ലേക്കിൻ, എന്നാൽ, ऐसा, അപ്രകാരം, കിത്തനെ ദിനോം തക്ക് ചൽത്ത, എത്ര ദിവസങ്ങളോളം കഴിയും, ഉസ്കെ പങ്കോം കി സംഖ്യ, അവന്റെ തൂവലുകളുടെ എണ്ണം, ലഗാതാർ, തുടർച്ചയായി, ചട്ടി ചലി ഗയി, അവന്റെ തൂവലുകളുടെ എണ്ണം തുടർച്ചയായി കുറഞ്ഞുകൊണ്ടേയിരുന്നു. അബ് ഇപ്പോൾ, വഹ് അവൻ, ഊഞ്ചായിയോം പർ, ഉയരങ്ങളിൽ, അപ്ന സന്തുലൻ സാധ് നെഹിം സക്ത, ഉയരത്തിൽ പറക്കുമ്പോ അവന് ബാലൻസ് ചെയ്യാൻ പറ്റാതെയായി കഴിഞ്ഞു. ന ബഹുത്ത് സമയത്തക്ക്, അല്ലെങ്കിലോ വളരെ സമയം വരെ, പങ്ക് ഉസേ സഹാരെ ദേ സക്തേ ദേ, ഇപ്പോ ഉയരങ്ങളിൽ തന്റെ ശരിയായ സന്തുലനവും സാധ്യമാകുന്നില്ല. കൂടുതൽ സമയം ചിറകുകൾക്ക് ഈ കിളിയെ താങ്ങുവാനും കഴിയാതായി തുടങ്ങി. ചിറകുകളുടെ എണ്ണം കുറഞ്ഞു വന്നു. ആകാശ് യാത്രാക്കെ ദൗരാൻ ഉസേ, അപ്പോ ആകാശയാത്രക്കിടയിൽ, ദൗരാൻ എന്ന് പറഞ്ഞ ഇടയിൽ, ഇൻ ബിറ്റ്വീൻ, ആകാശ് യാത്രാക്കെ ദൗരാൻ, ആകാശയാത്രക്കിടയിൽ, ഉസേ അവന്, ജൽദി ജൽദി, വളരെ പെട്ടെന്ന്, പഹാടി ചട്ടാനോ എന്ന് പറഞ്ഞാല്
ആകാശയാത്രക്കിടയിൽ അവന് പെട്ടെന്ന് പർവ്വതത്തിലെ പാറകൾക്കിടയിലും പേടോം കി ചോട്ടിയോം എന്ന് പറഞ്ഞാല് മരത്തിന്റെ അഗ്രങ്ങളിലും അതേപോലെ ഗുംബദോം താഴികക്കുടങ്ങളും ബുർജോം പർ ബുർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോപുരങ്ങൾ, ബുർജ് ഖലീഫ എന്നൊക്കെ കേട്ടില്ലേ, ടവറിന്റെ ഒക്കെ മുകളില് ഹാഫ് തേ ഹുയെ ബൈറ്റ് ജാന പടുത്ത, എന്താണ്, കിതച്ചുകൊണ്ട് ഇരിക്കേണ്ടി വരാൻ തുടങ്ങി. ഉസ്കെ പരിവാർ വാലെ അവന്റെ കുടുംബക്കാർ, തഥാ അതുപോലെ മിത്ര കൂട്ടുകാർ, ഊഞ്ചായിയോം പർ തൈർത്തേ ഹുയെ ഉയരങ്ങളിൽ പറന്നുകൊണ്ട് ആകെ ബഡ് ജാത്തെ മുന്നോട്ടു പോയി. വഹ് ബഹുത് പിച്ചഡ് ജാത്ത, വഹ് എന്ന് പറഞ്ഞാല് ഈ കുഞ്ഞിക്കിളി വളരെയധികം പിന്നിലായിരുന്നു. ഇത്രയൊക്കെ കഷ്ടപ്പാടുകളായി, ചിറകുകളുടെ എണ്ണം കുറഞ്ഞു, പറക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെട്ടു തുടങ്ങി, ചിറകുകൾക്ക് ഇവന്റെ ഭാരം താങ്ങാൻ കഴിയാതെയായി. അവൻ കിതച്ചുകൊണ്ട് പർവ്വതങ്ങളിലെ പാറകൾക്കിടയിലും മരത്തിന്റെ തുഞ്ചത്തും താഴികക്കുടങ്ങളിലും ടവറുകളുടെ മുകളിലുമൊക്കെ കിതച്ചുകൊണ്ടിരിക്കേണ്ടി വന്നു. അവന്റെ കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ അവനെ ഏറെ ദൂരം പിന്നിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇത്രയൊക്കെ ആയിട്ടും ഫിർബി എന്നിട്ടുകൂടി ദീമക് ഖാനേക്ക ഉസ്കാ ഷൗക്ക് ചിതലുകളെ തിന്നണം എന്ന അവന്റെ ആഗ്രഹം കം നഹിം ഹുവ ഒട്ടും കുറഞ്ഞില്ല. ദീമകോം കേലിയെ ചിതലുകൾക്ക് വേണ്ടി ഗാഡിവാലേക്കോ വണ്ടിക്കാരനെ വഹ് അവൻ അപ്പനെ പങ്ക് വണ്ടിക്കാരന് വഹ് അവൻ അതായത് ആ കുഞ്ഞിക്കിളി അപ്പനെ പങ്ക് തന്റെ ചിറക് തോട് കൊത്തി ദേത്താരഹ കൊടുത്തുകൊണ്ടേയിരുന്നു. ഫിർ പിന്നീട് ഉസിനെ സോച്ച ആ കുഞ്ഞിക്കിളി പിന്നീട് ചിന്തിച്ചതെന്താ, കി ആസ്മാൻ മേം ഉഡ്നാഹി ഫിജുൽ ഹേ, എന്തിനാണ് ഇങ്ങനെ ആകാശത്തൊക്കെ പറക്കുന്നത്, ഇങ്ങനെ ആകാശത്ത് പറക്കുന്നത് തന്നെ ഫിജുൽ ഹേ വെറുതെയാണ്. വഹ് മൂർഖോം കാ കാം ഹേ, ഈ ആകാശത്ത് ഇങ്ങനെ പറക്കുന്നതൊക്കെ വിഡ്ഢികളുടെ പണിയാണ്. ഉസ്കി ഹാലത്ത് യഹ്തി കി, അവന്റെ അവസ്ഥ ഇതായിരുന്നു, എന്തായിരുന്നു, അബ് ഇപ്പോൾ വഹ് ആസ്മാൻ മേ ഹി ഉഡ്ഹി നഹീ സക്താ, കാരണം അവൻ ഇങ്ങനെ ചിന്തിക്കാൻ എന്താ കാരണം, അവന് ആകാശത്തിൽ ഇപ്പോൾ പറക്കാൻ കഴിയുന്നില്ല. കാരണം എന്തായിരിക്കും, ചിറകുകൾ വളരെയധികം, തൂവലുകൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ടാവും. വഹ് അവൻ സിർഫ് ഏക് പേട് സേ, വെറും അവന് ഇത്ര മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ, എന്ത്, ഒരു മരത്തിൽ നിന്നും ഉടുക്കർ പറന്നിട്ട് ദൂസരെ പേട് തക്ക് രണ്ടാമത്തെ മരം വരെ പഹൂഞ്ച് പാത്ത എത്താൻ പറ്റുമായിരുന്നു. കഷ്ടി അത്ര, ഈ കോഴികളൊക്കെ പാറുന്നതുപോലെ. ധീരെ സാവധാനത്തിൽ, എത്രയോ ഉയരത്തിൽ പറന്നിരുന്ന പക്ഷിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ്. ഉസ്കി യഹ് ശക്തി ബി, അങ്ങനെ ഈ മരത്തിൽ നിന്നും മറ്റേ മരത്തിലേക്ക് പറക്കാനുള്ള ആ ശക്തി കൂടി കം ഹോത്തി ഗയി, കുറഞ്ഞു വന്നു. ഔർ ഏക് സമയ, ഒരു സമയത്ത് വഹ് ആയ, അങ്ങനെ ഒരു സമയം വന്നു, ജബ് എപ്പോഴാണോ, വഹ് ബഡീ മുഷ്കിൽ സേ വളരെയധികം ബുദ്ധിമുട്ടോടെ, പേടിക്ക് ഏക് ഡാൽ സേ മരത്തിന്റെ ഒരു ചില്ലയിൽ നിന്നും, ലഗി ഹുയി ദൂസരി ഡാൽ പർ, അതായത് മരത്തിന്റെ വളരെ കഷ്ടപ്പെട്ട് മരത്തിന്റെ ഒരു കമ്പോട് ചേർന്ന മറ്റൊരു കമ്പിലേക്ക് നടന്നും ചാടിയുമൊക്കെ, ഇങ്ങനെ ധീരെ ഉസ്കി ഏക് ശക്തി ബി കം ഹോത്തി ഗയി ഔർ ഏക് സമയ ആയ ജബ് വഹ് ബഡീ മുഷ്കിൽ സേ വളരെ പ്രയാസത്തോടെ, പേടിക്ക് ഏക് ഡാൽ സേ മരത്തിന്റെ ഒരു ചില്ലയിൽ നിന്ന്, ലഗി ഹുയി ദൂസരി ഡാൽ പർ തൊട്ടടുത്തുള്ള മറ്റേ ചില്ലയിലേക്ക്, ചൽക്കർ നടന്നിട്ട്, ഫുദക് കർ പഹുഞ്ച. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അവൻ വലിയ ഉയരത്തിൽ പറഞ്ഞിരുന്ന ആ പക്ഷിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്, മരത്തിന്റെ ഒരു കമ്പിൽ നിന്നും മറ്റേ കമ്പിലേക്ക് നടന്നും ചാടിയും എത്തേണ്ട ഒരു സമയം ഇവന് വന്നു ചേർന്നു. ലേക്കിൻ എന്നാൽ
ദീമക് ഖാനെ കാ ഷൗക്ക്, ഈ ചിതലുകളെ തിന്നണമെന്ന ഈ ആഗ്രഹം നെഹിം ചൂട്ട, ഒട്ടും കുറഞ്ഞില്ല. ബീച്ച് ബീച്ച് മേ, ഇടയിലിടയിലായി, ഗാഡിവാല ബുത്ത ദേ ജാത്ത, ഇടയിലൊക്കെ ഈ വണ്ടിക്കാരൻ ഈ കുഞ്ഞിക്കിളിയെ ചതിക്കുമായിരുന്നു. അതെന്താണ്? വഹ് കഹിം നസർ മേ നാത്ത, അതെന്താ? ഇടക്ക് വണ്ടിക്കാരൻ വരാമെന്ന് പറഞ്ഞ് പറ്റിക്കും. വണ്ടിക്കാരൻ വരില്ല, കണ്ടില്ലേ കിളിയിരിക്കുന്നത്. പക്ഷി ഉസ്കെ ഇന്തുസാർ മേ, ഈ കിളി വണ്ടിക്കാരനായുള്ള പ്രതീക്ഷയിൽ ഖുൽത്ത രഹ്ത, എപ്പോഴും ഈ വണ്ടിക്കാരനെ പ്രതീക്ഷിച്ച് അലഞ്ഞ് തളർന്നു. ലേക്കിൻ, എന്നാൽ ദീമകോം കാ ഷൗക്ക്, ഈ ചിതലുകളോടുള്ള താല്പര്യം, ജോ ഉസേദ, പക്ഷേ ഈ വണ്ടിക്കാരനെ അന്വേഷിച്ച് തളർന്നിരുന്നു. എങ്കിലും ചിതലുകളോടുള്ള താല്പര്യം അതിനിപ്പോഴും ഉണ്ടായിരുന്നു. ഉസിനെ സോച്ച, ആ കിളി ചിന്തിച്ചു. മേം ഖുദ്, ഞാൻ സ്വയം, ദീമഖേം ഢൂഢൂക, ഞാൻ സ്വയം തന്നെ ഈ ചിതലുകളെ തെരഞ്ഞു കണ്ടെത്തും. ഇസ്ലിയെ, അതുകൊണ്ട്, വഹ്, ആ കിളി, പേട് പെർസെ, മരത്തിൽ നിന്ന്, ഉദർക്കർ, താഴെ ഇറങ്ങി, ജമീൻ പെർ ആഗയ, ഭൂമിയിലെത്തി, ഔർ ഘാസ് കെ ഏക് ലഹരാത്തെ ഗുച്ഛേ മേ, ഘാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുല്ല്, അങ്ങനെ ഈ പക്ഷി നിലത്തേക്ക് ഇറങ്ങി വന്ന് പുൽപ്പടർപ്പിനിടയിൽ ചുരുണ്ട് കൂടിയിരുന്നു. സിമട്ടുകർ ബൈറ്റ് ഗയ, ചുരുണ്ട് കൂടിയിരുന്നു. ഫിർ, പിന്നീട്, ഏക് ദിൻ, ഒരു ദിവസം, ഉസ് പക്ഷി കെ ജി മേ ന മാലും ക്യാ ഹുവ, പിന്നീട് ഒരു ദിവസം ആ പക്ഷിയുടെ മനസ്സിലേക്ക് എന്താണ് വന്നത് എന്നറിയില്ല. വഹ്, അവൻ, ഖൂബ് മെഹനത്ത് സെ, വളരെ നന്നായി പരിശ്രമിച്ച്, ജമീൻ മേ സെ, ഭൂമിയിൽ നിന്നും, ദീമഖെ, ചിതലുകളെ, ചുൻ ചുൻകർ, തിരഞ്ഞെടുത്ത്, ഖാനെ കെ ബജായ്, തിന്നുന്നതിനു പകരം, ഉനേം, ആ ചിതലുകളെ, ഇക്കട്ട കർണെ ലഗ, ഒരുമിച്ച് കൂട്ടിവെക്കാൻ തുടങ്ങി. അബ് ഉസ്കെ പാസ്, ഇപ്പോൾ അവന്റെ അടുത്ത്, ദീമകോം കെ ഠേർ കെ ഠേർ ഹോ ഗയേ, ദീമകോം കെ ഠേർ എന്ന് പറഞ്ഞാല് ഇപ്പോ അവന്റെ അടുത്ത് ചിതലുകളുടെ വലിയ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായിക്കഴിഞ്ഞു. ഫിർ, പിന്നീട്, ഏകായേക്, വഹ് ഗാഡിവാല ദിഖായി ദിയ, പിന്നീട് ഒരു ദിവസം അവന് ആ വണ്ടിക്കാരൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, വഹ് പക്ഷിക്ക ബഡി ഖുഷി ഹുയി, പിന്നീട് വണ്ടിക്കാരനെ കണ്ടപ്പോൾ കിളിക്ക് വലിയ സന്തോഷമായി. ഉസിനെ പുകാർ കർ കഹ, കിളി വിളിച്ചു പറഞ്ഞു, ഗാഡിവാലേ, ഓ ഗാഡിവാലേ, ഏ വണ്ടിക്കാര, മേം കബ് സെ തുമ്ഹാരാ ഇന്തുസാർ കർ രഹാദ, ഞാൻ എത്ര സമയമായി നിന്നെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. പെഹചാനി ആവാസ് സുൻകർ, പരിചയമുള്ള ശബ്ദം കേട്ടിട്ട്, ഗാഡിവാല രുക്ക് ഗയ, ഗാഡിവാല അവിടെ നിന്നു. തബ്, അപ്പോൾ, പക്ഷീനെ കഹ, പക്ഷി പറഞ്ഞു, ദേഖോ മേനെ കിത്നി സാരി ദീംകെ ജമാ കർ ലിയേ, നോക്ക്, ഞാൻ എത്രയധികം ചിതലുകളെയാണ് കൂട്ടിവെച്ചിരിക്കുന്നത് എന്ന്. ഗാഡിവാലേക്കോ, ഈ വണ്ടിക്കാരന്, പക്ഷി കി ബാത്ത്, പക്ഷി പറയുന്ന കാര്യം, സമജ് നഹിം ആയി, മനസ്സിലായില്ല. ഉസിനെ, അവൻ, സിർഫ് ഇത്ന കഹ, ഇത്ര മാത്രം പറഞ്ഞു. തോ മേ ക്യാ കരൂ, നീ ഇങ്ങനെ ചതിലുകളെ കൂട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ അതിനിപ്പോ ഞാനെന്താ വേണ്ടത്. ഏ മേരി ധീം കെ ലേലോ, കിളി പറയാണ്, ഇതാ എന്റെ ഈ ചതിലുകളെയെല്ലാം നീ എടുത്തോ. അവർ മേരെ പങ്ക്, എന്റെ ചിറകുകൾ, മുജേ, എനിക്ക്, വാപ്പസ് കർദോ, മടക്കി തരൂ. പക്ഷീനെ ആവാസ് ദിയ, പക്ഷി പറഞ്ഞു. ഗാഡിവാല ഉഠാക്കർ, ഈ വണ്ടിക്കാരൻ, ഗാഡിവാല ഠഠാക്കർ, ഗാഡിവാല ഉറക്കെ ശബ്ദമുണ്ടാക്കി, ഹംസ് പട, ചിരിച്ചു.
ഉസ്നെ കഹ, അവൻ പറഞ്ഞു, ബേവ്കൂഫ് ഹേ വിഡ്ഢി, ഞാൻ ദീമക് കെ ബദലെ ചിതലുകൾക്കു പകരം പങ്ക് ലേത്താഹു, ചിറകുകളാണ് വാങ്ങുന്നത്. പങ്ക് കെ ബദലെ, തൂവലുകൾക്ക് പകരം അല്ലെങ്കിൽ ചിറകുകൾക്ക് പകരം ദീമക് നെഹിം, ചിതലുകളെയല്ല വാങ്ങാറ്. എന്താ പക്ഷിക്കാരൻ പറഞ്ഞത്? എടാ വിഡ്ഢിയായ പക്ഷി, ഞാന് ചിറകുകൾക്ക് പകരം ചിതലുകൾക്ക് പകരം തൂവലുകൾ വാങ്ങിക്കാറാണ്, അല്ലാതെ ചിതലുകൾ വാങ്ങി തൂവലുകൾ തിരിച്ചു തരാറില്ല. ഗാഡി വാലേനെ പങ്ക് ശബ്ദ് പർ ബഹുത് ജോർ ദിയാദ. ഈ പങ്ക് എന്നുള്ള ചിറക് എന്നുള്ള വാക്ക് പറയുമ്പോൾ കുറച്ച് ശബ്ദം കൂട്ടിയാണ് ആ വണ്ടിക്കാരൻ പറഞ്ഞത്. ഗാഡിവാല ചലാ ഗയ, അങ്ങനെ ആ വണ്ടിക്കാരൻ തിരിച്ചുപോയി. പക്ഷി ചട്ട് പടാക്കർ രഹ് ഗയ, അപ്പോ പക്ഷി ആകെ, ഈ വണ്ടിക്കാരൻ തിരിച്ചുപോയി, പക്ഷിയാകെ ചട്ട് പടാക്കർ സ്തംഭിച്ച് നിന്നുപോയി. ഏക് ദിൻ, ഒരു ദിവസം, ഏക് കാലി ബില്ലി ആയി, ഒരു കറുത്ത പൂച്ച വന്നു. അവർ അപ്പനെ മുഹ്സെ, തന്റെ വായ കൊണ്ട്, ഉസേ ദബാക്കർ ചലി ഗയി, ഈ പൂച്ച എന്താണ്, ഈ കിളിയെ വായിലാക്കി കടന്നുപോയി. തബ്, അപ്പോൾ, ഉസ് പക്ഷി കാ ഖൂൻ, ആ പക്ഷിയുടെ രക്തം, ടപക് ടപക് കർ ജമീൻ पर ബൂന്തോം കി ലക്കീർ ബനാ രഹാ ഥാ, അപ്പോൾ രക്തം തുള്ളി തുള്ളിയായി നിലത്ത് വീണ് ഒരു രേഖ വരക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വന്തം രക്ഷിതാക്കൾ പറഞ്ഞത് കേൾക്കാതെ തനിക്ക് യോജിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സ്വയം നാശത്തിലേക്ക് നമ്മൾ ആരും പോവരുത് എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ പക്ഷിയാവ് ദീമക് എന്നുള്ള കഥ നമുക്ക് നൽകുന്നുണ്ട്.